ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വില്വമംഗലം സ്വാമിയാരുടെ ശ്ലോകങ്ങൾ നോക്കാം. 87-ാമത്തെ ശ്ലോകം പൃഥ്വി എന്ന വൃത്തത്തിലാണ്. സമുച്ഛ്വസിത യൗവനം തരളശൈശവാലങ്കൃതം മദച്ഛുരിതലോചനം മദനമുഗ്ധഹാസാമൃതം പ്രതീക്ഷണവിലോകനം പ്രണയപീതവംശീമുഖം ജഗത്രയവിമോചനം ജയതു മാമകം ജീവിതം. വരുന്നു നവയൗവനം മറയുമാർദ്രമാം ശൈശവം മദം നിറയുമാസ്മിതം നയനശോഭയാകർഷകം മദസ്വനിതവേണുവും പലവിധത്തിൽ മുഗ്ധാഭയം ജഗത്രയവിമോഹനം തരുകെനിക്കു സജ്ജീവിതം. കണ്ണന് ശൈശവം ബാലനായിരുന്ന കണ്ണൻ ഇപ്പോൾ യുവാവായി തുടങ്ങി. കണ്ണൻ പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ആണ് പറഞ്ഞത് കണ്ണൻ കഴിഞ്ഞ പ്രാവശ്യം അല്ലേ. ഇത്രയും നാൾ സ്വാമിയാർ വർണ്ണിച്ചുകൊണ്ടിരുന്നത് ശൈശവത്തിലും അതുപോലെ കുറച്ചും കൂടി വലുതായ കൃഷ്ണനെയും ഒക്കെയാണ്, ആ ബാലനായ കൃഷ്ണനെയും ഒക്കെയാണ്. ആ കൃഷ്ണൻ അതാ പതുക്കെ പതുക്കെ വളർന്ന് യൗവനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ കേട്ടു നമ്മൾ. ഈ 87-ാമത്തെ ശ്ലോകത്തിൽ യൗവനത്തിലേക്ക് കാലൂന്നിയ കണ്ണനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കണ്ണൻ്റെ ദേഹത്ത് ശൈശവത്തിൻ്റെ കാലാവധി കഴിഞ്ഞു അത്രേ. അപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പോൾ യൗവനം വന്നു നിന്നു. ശൈശവത്തിൻ്റെ സ്ഥാനത്ത് യൗവനം വന്നു നിന്നു എന്നാണ് പറയണത്. പതുക്കെ പതുക്കെ യൗവനം ആ സ്ഥാനത്തേക്ക് പ്രവേശിച്ചു എന്ന്. അതോടുകൂടെ ആകെപ്പാടെ കണ്ണൻ്റെ ദേഹത്തിന്, ശരീരത്തിന് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പറയണത്. ആ മാറ്റങ്ങളാണ് ഇതിൽ പറയണത്. എന്തൊക്കെയാണ് മാറ്റം വന്നത് നോക്കാം. കണ്ണുകളിൽ കുറേശ്ശെ ശൃംഗാരരസം വന്നു തുടങ്ങിയിത്രേ. മദച്ഛുരിതലോചനം എന്നാണ് പറഞ്ഞത്. അതുപോലെ പുഞ്ചിരി ആണെങ്കിൽ ലോകത്തെ മുഴുവനും അത് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ചും കൂടി ഒരു രസമായി എന്നാണ് പറയണത്. യുവാവായി തുടങ്ങിയപ്പോൾ കണ്ണൻ്റെ പുഞ്ചിരിക്ക് കുറച്ചും കൂടി ഒരു മധുരം കൂടി എന്നാണ്. മദനമന്ദഹാസാമൃതം എന്നാണ് പറഞ്ഞത്. പിന്നെ പണ്ടത്തെക്കാളും മധുരമുള്ള കടാക്ഷം, നോട്ടം. ആ കണ്ണിനും കുറച്ചും കൂടിയൊക്കെ ഒരു ശോഭ, പണ്ടത്തെക്കാളും ശോഭ ഇപ്പോൾ ആ കണ്ണുകൾക്കുണ്ട്. യൗവനത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് ആകെ കുട്ടികൾക്ക്, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കുറച്ച് നല്ല മാറ്റങ്ങളുണ്ടാവും അല്ലേ. അതാണ് ഇതിൽ പറയണത്. കണ്ണിനും ചിരിക്കും നോട്ടത്തിനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. കുട്ടികളാവുമ്പോഴത്തെ പോലെ ആവില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിലും പറയണത്. ലോകത്തെ മയക്കുന്ന പുഞ്ചിരി ആണ് മുഖത്ത് കളിയാടുന്നത്. പിന്നെ കടാക്ഷങ്ങൾ, പുതിയ ഇത്രയും നാളും ചിരിച്ചിരുന്നത് പോലെ അല്ല അത്ര ഇപ്പോൾ കണ്ണൻ ചിരിക്കണത്. അപ്പോൾ കടാക്ഷങ്ങളും അതുപോലെ മനോമോഹനങ്ങളാണ് എന്നാണ്. കുറേശ്ശെ അതിലൊരു ശൃംഗാര രസമുണ്ട് എന്നാണ് സ്വാമിയാർ പറയണത് നോട്ടത്തിൽ. പിന്നെ ഇതിനൊക്കെ പുറമെ ഓടക്കുഴൽ വായിക്കുമ്പോൾ ഉള്ള ശബ്ദം, അതും ത്രൈലോക്യമോഹനങ്ങളാണ് എന്നാണ് പറയണത്. ജഗത്രയ വിമോഹനം എന്നാണ് പറയണത്. ഓടക്കുഴൽ വായിക്കുന്ന അത് അല്ലെങ്കിലും രസമുള്ളതാണ്. ഇപ്പോൾ കുറച്ചും കൂടി രസമായി എന്നാണ് പറയണത്. ഇങ്ങനെ യൗവനത്താൽ ആലിംഗനം ചെയ്യപ്പെട്ട എൻ്റെ കണ്ണൻ, എൻ്റെ ജീവനായ കണ്ണൻ ജയിക്കട്ടെ
എന്നാണ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെയാണ് ഈ കണ്ണൻ എന്നാണ് പറയുന്നത്. ജയതു മാമകം ജീവിതം എന്നാണ് പറയുന്നത്. എൻ്റെ ജീവിതം തന്നെയായ ഈ കണ്ണൻ ജയിക്കുമാറാവട്ടെ, വിജയിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ഇനിയും കണ്ണൻ്റെ ഈ യൗവനത്തെ പറ്റി തന്നെയാണ് അടുത്ത 2 ശ്ലോകങ്ങളിലും പറയണത്. അത് പലതരത്തിലാണ് എന്ന് പറയണത് എന്ന് മാത്രം. ഇപ്പോൾ ഈ അടുത്ത ശ്ലോകത്തിൽ ഓരോ അവയവത്തിനെയും താമരപ്പൂവിനോടാണ് ഉപമിക്കണത്. അത് നോക്കാം. ചിത്രം തദേതച്ചരണാരവിന്ദം ചിത്രം തദേതന്നയനാരവിന്ദം ചിത്രം തദേതദ്വദനാരവിന്ദം ചിത്രം തദേതൽ പുനരംബ ചിത്രം. സമ്മോഹനം നിന്നുടെ പാദപത്മം സമ്മോഹനം നിന്നുടെ നേത്രപത്മം സമ്മോഹനം നിന്നുടെ വക്ത്രപത്മം സമ്മോഹനം ചിത്രമതെത്ര മുഗ്ധം. ഇത് ഇന്ദ്രവജ്ര വൃത്തത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാണ് എല്ലാ താമരപ്പൂ പോലെയുള്ളത്? എന്തൊക്കെയാണ്? ചെന്താമരപ്പൂ പോലെയുള്ള കാലടികൾ, അതുപോലെ ഭംഗിയുള്ളതും അതുപോലെ ശോഭിക്കുന്നതും ആയ കാലടികൾ. പിന്നെ താമര ഇതൾ പോലെ നീണ്ടിടംപെട്ട കണ്ണുകൾ, താമര പോലെ വികസിച്ച് പരിലസിക്കുന്ന മുഖം. ഇതിനെയൊക്കെ താമരയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഇങ്ങനെ കണ്ണൻ്റെ ഓരോ അവയവങ്ങളും ആശ്ചര്യകരങ്ങളും മനോമോഹനങ്ങളും ആണ് എന്നാണ് ഈ ശ്ലോകത്തിൽ വില്വാമംഗലം പറയുന്നത്. ഓരോന്നിനെയും താമരയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകം 89 വൃത്തത്തിലല്ല. മൂലശ്ലോകം വൃത്തത്തിലല്ല. ശ്രീലകം സാർ അത് വസന്തതിലകം വൃത്തത്തിലാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അത് നോക്കാം. അഖില ഭുവനൈക ഭൂഷണ മധുഭൂഷിത ജലധി ദുഹിതൃകുചകുംഭം മധുഭൂഷിത ജലധി ദുഹിതൃകുചകുംഭം വൃജയുവതീഹാരവല്ലീ മരതകനായക മഹാമണിം വന്ദേ. മൂലോകഭൂഷണ സമം ശുഭശോഭയാർന്നു പൂമങ്ക തൻ്റെ ഹൃദയേശ്വരനായി വാണു ഗോപീജനങ്ങളുടെ മാലകളിൽ മനോജ്ഞം മാണിക്യമായി വിലസുന്നവനെ നമിപ്പൂ. 3 ലോകങ്ങൾക്കും അലങ്കാരമാണ് ഈ ശ്രീകൃഷ്ണൻ എന്നാണ് ഇതിൽ പറയണത്. 3 ലോകങ്ങൾക്കുമായിട്ടൊരു ആഭരണം ഉണ്ടെങ്കിൽ അത് കണ്ണനാണ് എന്നാണ് പറയുന്നത്. അതുപോലെ മഹാലക്ഷ്മിയെ പുണരുന്നവൻ, അതായത് മഹാലക്ഷ്മി ദേവിയുടെ മാറിടത്തിന് അലങ്കാരമായവനാണ് ഈ കണ്ണൻ. ലക്ഷ്മി ദേവിയാണല്ലോ, മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ് ലക്ഷ്മി ദേവി. ആ ഒരു സങ്കല്പത്തിലാണ് ഇത് പറയുന്നത്. അതുപോലെ ഓരോ ഗോപികയും ഓരോ മുത്താണ് എന്ന് സങ്കല്പിച്ചാൽ ആ മുത്തുകൾ കൊണ്ട് ഒരു മാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ശോഭിക്കുന്ന മരതകമുത്താണ് കണ്ണൻ. അത് രാസലീല ആവുമ്പോൾ നമുക്ക് രാസക്രീഡയിൽ നമ്മൾ ഭാഗവതത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഓരോ ഗോപികയ്ക്കും ഓരോ കണ്ണൻ, പിന്നെ അതിൻ്റെ നടുവിൽ വേറൊരു കണ്ണനും ഇല്ലേ? അങ്ങനെ അത് ഭാഗവതത്തിലും അങ്ങനെയാണ് പറയണത്. ഗോപികമാരാകുന്ന മുത്തുമാലയ്ക്ക് മരതകമണിയാണ് കണ്ണൻ എന്ന് പറയണം. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത തവണ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.